പരിഭവം മറന്ന് ഇ.പി. ജയരാജൻ പാർട്ടി വേദിയിലെത്തി. മാധ്യമങ്ങൾ ദുഷ്പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് CPIM കണ്ണൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് ഇ.പി. ഉദ്ഘാടകനായി എത്തിയത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ആദ്യമായാണ് ഇ.പി. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സജോ ദേവസ്യ നൽകും കണ്ണൂരിൽ നിന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സജോ, അങ്ങനെ നേരത്തെ ഉണ്ടായ പിണക്കങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് CPMന്റെ പരിപാടിയിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം MM ലോറൻസിന്റെ പൊതുദർശനം നടക്കുമ്പോൾ അവിടെ നമ്മൾ ഇ.പിയെ കണ്ടിരുന്നു. ഇപ്പോൾ പാർട്ടി പരിപാടിയിൽ നേരിട്ട് അദ്ദേഹം ഉദ്ഘാടകനായി എത്തുകയും ചെയ്തു. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതെല്ലാം അവസാനിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ അവസാനിക്കുകയാണോ? പ്രജിൻ, മഞ്ഞുരുകുന്നതിന്റെ സാധ്യതയാണ് ഇ.പിയുടെ ഇപ്പോഴത്തെ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് കാണണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം CPIMന്റെ ഒരു പൊതുപരിപാടികളിലും ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. നേരത്തെ പയ്യാമ്പലത്തടക്കം 2 അനുസ്മരണ പരിപാടികൾ ഇ.പിക്ക് നിശ്ചയിച്ചിരുന്നു. ആ പരിപാടികളിൽ ഇ.പി പങ്കെടുത്തില്ല. ഏതാണ്ട് ഒരു 25 ദിവസത്തിന് ശേഷമാണ് CPIMന്റെ പാർട്ടി വേദിയിൽ ഇ.പി. ജയരാജൻ എത്തുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അദ്ദേഹത്തിന് കടുത്ത അമർഷവും രോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പല രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും നിലയ്ക്ക് പ്രതികരിക്കുകയോ പരസ്യ പ്രസ്താവനയിലേക്ക് പോവുകയോ ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമർഷം പ്രകടിപ്പിച്ചിരുന്നു. പല രീതിയിൽ പ്രതികരണത്തിന് അദ്ദേഹം മുതിർന്നില്ല. പകരം താനൊരു ആത്മകഥ എഴുതുന്നുണ്ട് എന്നൊരു പ്രതികരണം ഒഴിച്ചാൽ മറ്റൊരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം LDF നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒടുവിൽ പക്ഷേ ഇ.പി. ജയരാജൻ പരിഭവം മറന്ന് പാർട്ടി വേദിയിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാധ്യമങ്ങൾ ദുഷ്പ്രചരണം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനെതിരായ പ്രതിഷേധ കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് CPIMന്റെ പരിപാടിയുള്ളത്. ആ പരിപാടിയിൽ ഉദ്ഘാടകനായാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജനെ നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം ആ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തുമോ എന്നതൊരു കൗതുകം നിറഞ്ഞ ചോദ്യമായിരുന്നു. എന്നാലും അതിനൊരു ഉത്തരം ലഭ്യമായിരിക്കുന്നു. അദ്ദേഹം എത്തി. ഈ പരിപാടിയിൽ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ തുടർന്ന് എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും, ഒപ്പം ഏതെങ്കിലും നിലയ്ക്ക് കലഹം തുടരുമോ, പരിഭവവും പിണക്കവും തുടരുമോ എന്നതടക്കമുള്ള ശ്രദ്ധേയമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം അദ്ദേഹം ചില പരിപാടികളിലാണ് പങ്കെടുത്തത്. അതായത് ചില സംസ്കാര ചടങ്ങുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ MM ലോറൻസിന്റെ അടക്കമുള്ള സംസ്കാര ചടങ്ങുകൾ, അത്തരം ചില പരിപാടികൾ ഒഴിച്ചു നിർത്തി അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു മുഴുവൻ സമയവും ഉണ്ടായിരുന്നത്. മറ്റു നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയോ എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ആത്മകഥയിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നതടക്കമുള്ള ചർച്ചകൾ സജീവമായി ഉണ്ടായിരുന്നു. അത്തരം പ്രതികരണങ്ങളൊക്കെ നേതാക്കൾ പരോക്ഷമായും മറ്റുമൊക്കെ നേരത്തെ നിലവിലെ LDF കൺവീനർ അടക്കം അദ്ദേഹത്തെ പരോക്ഷമായി വിമർശിക്കുന്നതടക്കം കാണുകയും ചെയ്തു. ഏതായാലും അതിനെല്ലാം ഒടുവിൽ അദ്ദേഹം പാർട്ടി വേദിയിലേക്ക് എത്തുന്നു. മഞ്ഞുരുകുന്നു. അനുനയത്തിന്റെ സാധ്യത തെളിഞ്ഞിരിക്കുന്ന നിലയ്ക്ക് കൂടി കാണണം. അദ്ദേഹം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. സമ്മേളന കാലത്തിലേക്ക് കൂടി CPIM പോവുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഏതായാലും ഇ.പി. ജയരാജൻ 25 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി വേദിയിൽ എത്തിയിരിക്കുന്നു. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.